എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോണി 32 ഇഞ്ച് LCD TV ആണ്. KLV 32T550A എന്ന് പറയുന്ന ഈ ഒരു മോഡൽ TVയുടെ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇത് പവർ ഓൺ ആകുന്നില്ല, നോ പവർ ഇഷ്യൂ ആയിട്ടാണ് TV വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്താണ് പ്രോബ്ലംസ് എന്നുള്ളത് കാണാം. അപ്പോൾ ഇതാണ് പവർ സപ്ലൈ. ഇത് മെയിൻ ബോർഡ് ഇവിടെ വരും. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് ഇൻവെർട്ടർ ഡ്രൈവിംഗ് ബോർഡാണ്. അപ്പോൾ നമുക്ക് ഈ പവർ സപ്ലൈന് ചെക്ക് ചെയ്യാനുള്ളത് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം പവർ കൊടുക്കുക. പവർ സീരിയലിൽ കൊടുത്തിട്ട് ആ ബൾബ് സീരിയൽ ബൾബ് കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ കൊടുത്തു ഒരു പ്രാവശ്യം കത്തി അങ്ങ് അണഞ്ഞിട്ടുണ്ട്, അതിനർത്ഥം സപ്ലൈ വന്നിട്ടുണ്ടെന്നാണ്. എൻ്റെ പവർ ലൈറ്റ് LED ഒന്നും കത്തിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് പവർ വന്നിട്ടുണ്ട്, പവർ ലൈറ്റ് LED ഒന്നും കത്തിയിട്ടില്ല. നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നതിന് ബോഡി ഗ്രൗണ്ടായിട്ട് ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ട് ചെയ്യാം. എന്നിട്ട് 1/1 ആയിട്ട് ചെക്ക് ചെയ്യാം. 400. ഇതിനകത്ത് സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇല്ല, സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് വന്നിട്ടില്ല. AC ഓൺ ഓഫ്, ആഡിയോ VCC. ഇവിടെ ഇതാണ് ഈ ഒരു ചോപ്പറാണ് സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചോപ്പറിൻ്റെ ഔട്ട്പുട്ട് എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് ഇല്ല, അതായത് ഈ ഒരു ചോപ്പർ വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് കാണിക്കുന്നില്ല. അവിടെ വരുന്നത് 0.626. നമുക്കിവിടെ 5 വോൾട്ട് വരണം. അപ്പോൾ നമുക്കിനി ഈ മദർ ബോർഡിൽ നിന്നുള്ള കണക്ഷൻ അഴിച്ചു വിട്ടിട്ട് നമുക്ക് 5 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ പവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 5.7 വോൾട്ട് വരുന്നുണ്ട്. 5.7 വോൾട്ട് വരുന്നുണ്ട്. നമുക്ക് ഇത് ഈ കണക്ടർ തിരിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് മുഴുവനായിട്ടും ഡ്രോപ്പായി പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. കാര്യം ഇവിടെ ഈ 5 വോൾട്ട് റെയിൽ ഷോർട്ടിങ് ആണ്. നമുക്ക് ബീപ്പ് മോഡിലിട്ടിട്ട് അതിൻ്റെ 5 വോൾട്ട് ലെവലൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇല്ല, ഷോർട്ടിംഗ് ഒന്നും കണ്ടിന്യൂറ്റിയിൽ ഷോർട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് ഈ മദർ ബോർഡിൽ എന്തെങ്കിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആഡിയോ ഗ്യാമ. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ഷോട്ട്. അപ്പോൾ ഈ ബക്ക് കൺവെർട്ടറിൻ്റെ ഈ സെക്ഷൻ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഇത്രയും. അപ്പോൾ ബക്ക് കൺവെർട്ടറിൻ്റെ ഈ ഒരു സപ്ലൈയിൽ ഷോർട്ട് കാണിക്കുന്നുണ്ട്.
ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഷോർട്ട് കില്ലർ ഉപയോഗിച്ചിട്ട് അവിടുത്തെ ആ ഷോർട്ട് മാറണുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഷോർട്ട് കില്ലർ ഉപയോഗിച്ചായിരുന്നു ഈ ഒരു സൈഡിൽ, ഈ ഒരു സപ്ലൈയിൽ. അപ്പോൾ അതാണ്ട് ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ വരുന്ന ഈ ഒരു ചെറിയൊരു കപ്പാസിറ്റർ കത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെ നമുക്ക് ഒടിച്ചങ്ങെടുക്കാം. ഇതായിരുന്നു ഇതിനകത്ത് ഷോർട്ടിങ് ആയിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റി നമുക്കിനി 5 വോൾട്ട് സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ ലൈറ്റ് കത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഫൈവ് വോൾട്ട് സ്റ്റേബിളായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സപ്ലൈ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ബോർഡിൻ്റെ. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PFC സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഈ ബൾബ് ഇത്ര സീരിയൽ ബൾബ് ഇത്ര ഹൈ ആയിട്ട് കത്തുന്നത്. PFC സർക്യൂട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഹൈ ആംബിയർ എടുക്കും, അതുകൊണ്ടിട്ടാണ്. ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് സപ്ലൈ കൊടുത്തു. ഇനി ഇത് ഓൺ ആകുമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ TV വർക്കിംഗ് ആയിട്ടുണ്ട്, കണ്ടോ? ഇപ്പോൾ TV കറക്റ്റായിട്ട് വർക്കിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ എല്ലാം ഓക്കെയാണ്. ആ ഒരു ചെറിയ PF കാരണമായിരുന്നു ഈ TV ഡെഡ് കണ്ടീഷനിൽ ഇരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ TV സോണിയുടെ LCD TV റെഡി ആയിട്ടുണ്ട്. ഇതിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ആ ഒരു ചെറിയ PF ഷോർട്ടായിരുന്നത് കൊണ്ടിട്ടായിരുന്നു. ആ PF നമുക്ക് ഇനി മാറ്റി വെച്ചിട്ട് ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.